ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് കോട്ടപ്പുറത്തുള്ള, അതായത് കോട്ടപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരിൽ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ കോട്ടപ്പുറം എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ ഉള്ള സെൻറ്റ് മൈക്കിൾ കാർസ് എന്ന് പറയുന്ന ഒരു യൂസ്ഡ് കാർസ് ഷോറൂമിലാണ്. അപ്പോൾ ഇവിടെ എല്ലാത്തരം വണ്ടികളും, അത്യാവശ്യം എല്ലാ ക്വാളിറ്റിയിലുള്ള വണ്ടികളും ബഡ്ജറ്റ് പ്രൈസിലുള്ളതും നല്ല പ്രീമിയം റേറ്റിലുള്ളതുമായിട്ടുള്ള കുറേ വണ്ടികളുണ്ട്. അപ്പോൾ ഈ വണ്ടികളുടെ ഒക്കെ കുറച്ച് ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ സെൻറ്റ് മൈക്കിൾ കാർസ് എന്ന് പറഞ്ഞ ഈ യൂസ്ഡ് കാർ ഷോറൂമിൻ്റെ ഓരോ വണ്ടികളുടെയും ഡീറ്റെയിൽ നമുക്ക് ഇവിടുത്തെ സ്റ്റാഫ് മിസ്റ്റർ റോബിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു നോക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വണ്ടി ഹുണ്ടായി i20. ഈ i20നെ കുറിച്ച് ഒന്ന് ഇതിപ്പോൾ ഏതാ മോഡല്? ഇത് 2016 ഡീസൽ. ഇത് 2016 ഡീസൽ വണ്ടിയാണ്. ഇതിന് അപ്പോൾ ഡീസലാവുമ്പോൾ എത്ര മൈലേജ് ഉണ്ടാവും? മൈലേജ് ഇപ്പം എങ്ങനെ നോക്കിയാൽ ഒരു 18 കിലോമീറ്റർ മൈലേജ് ഉണ്ടാവും. അപ്പോൾ ഇത് 2016 ഡീസൽ i20 ഒരു 18 കിലോമീറ്റർ മൈലേജ് കിട്ടും. ഇതെങ്ങനെയാണ് വേരിയന്റ് ഏതാണ് ഇതിൻ്റെ? സ്പോർട്സ് വേരിയന്റ്. അപ്പോൾ 4 പവർ വിൻഡോ, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, AC പവർ സ്റ്റിയറിംഗ് എല്ലാം ഉള്ളത്. അലോയ് വീൽ ഇല്ല, ബാക്കി എല്ലാം ഉണ്ട്. പിന്നെ അതേപോലെ ഇതിൻ്റെ എക്സ്റ്റീരിയർ ആയാലും ഇൻറ്റീരിയർ ആയാലും പക്കയാണ്, ഒരു തരി പാച്ച് ഇല്ല. പിന്നെ അകത്തൊക്കെ നല്ല പ്രീമിയം ലുക്ക് ഉണ്ട്, നല്ല പക്ക വണ്ടിയാണ്. പിന്നെ ടയർ എന്തോരം ഉണ്ടാ? ടയർ ഇപ്പം ഏകദേശം 85,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇപ്പം ഒരു പകുതി കൂടുതലായിട്ട് ടയർ ഭാഗം ഒരു പകുതി 50% ടയർ ഉണ്ട്. ഇതിൻ്റെ മൊത്തം 85,000 കിലോമീറ്റർ ജെന്യുവൻ കിലോമീറ്റർ അല്ലേ? സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഇപ്പോൾ ഇതിന് നിങ്ങൾ ചോദിക്കുന്ന റേറ്റ് എത്രയാണ്? ഇത് i20 550. 5.50 ലക്ഷം രൂപ. 5.5 ലക്ഷം രൂപയാണ് ഇവർ ചോദിക്കുന്നത്. അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് അല്ലേ? ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. ഇപ്പോൾ ഇതിനൊരു ലോൺ ആണെങ്കിൽ, നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്കൊരു 4.5 വരെയൊക്കെ ലോൺ ചെയ്യാം. അതായത് 4,50,000 രൂപയും ലോൺ കിട്ടും. ഇതിൻ്റെ റേറ്റ് 5.5 ലക്ഷം രൂപ. അപ്പോൾ ഏകദേശം 1 ലക്ഷം രൂപ താഴെ കയ്യിലുണ്ടെങ്കിൽ ഈ വണ്ടി ഇറക്കിക്കൊണ്ട് പോവാം. ഡീസൽ വണ്ടിയാണ്, 16-18 മൈലേജ് ഉണ്ട്, പക്ക വണ്ടിയാണ്. ഇത് ഒന്നും നോക്കാനില്ല, പക്ക വണ്ടി. പിന്നെ നിങ്ങൾ എന്തെങ്കിലും ഷോറൂം വാറന്റിയോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? വാറന്റി കാര്യങ്ങളൊന്നുമില്ല. മെയിനായിട്ട് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ജെന്യൂൻ ആയിട്ട് കിലോമീറ്റർ അതൊക്കെ നിങ്ങൾ പക്കയായിട്ട് നോക്കിയിട്ടാണ് എടുക്കുന്നത്. ഇവർ ഈ വണ്ടി വാങ്ങുന്നത് ആക്സിഡന്റ് ഹിസ്റ്ററി ഇല്ലാത്തത്, അതേപോലെ തന്നെ പക്കായിട്ട് എല്ലാ പേപ്പർ വശങ്ങളും എല്ലാം പരിശോധിച്ചാണ് എടുക്കുന്നത്. പ്രത്യേകിച്ച് വാറന്റി ഒന്നും ഇവർ തരണില്ല, പക്ക വണ്ടിയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വണ്ടി പരിചയപ്പെടാം. അടുത്ത വണ്ടി ഒരു അടിപൊളി വണ്ടിയാണ്, 8 സീറ്റർ വണ്ടി. ഇത് റെനോൾട്ട് ലോഡ്ജി എന്ന് പറഞ്ഞ വണ്ടി. ഈ വണ്ടിയുടെ ഡീറ്റെയിൽ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഇത് ഏത് മോഡലാണ്? 2015 മോഡൽ. അത്യാവശ്യം വലിയ പഴക്കമില്ലാത്ത വണ്ടിയാണ്, 2015 മോഡൽ വണ്ടി. ഇത് 8 സീറ്റർ അല്ലേ? 8 സീറ്റർ വണ്ടി. അത്യാവശ്യം എക്സ്റ്റീരിയറും ഇൻറ്റീരിയറിലൊക്കെ പക്കയാണ്, നല്ല ഒരു തരി പാച്ച് പോലും ഇല്ല. പിന്നെ ടയർ എങ്ങനെയുണ്ടാ? എന്തോരുണ്ട്? ടയർ പുതിയ ടയറാണ്. നാലും പുതിയ ടയർ. 8 സീറ്റാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. പ്രൈസ് കേട്ട് ഞെട്ടരുതാരും. അതായത് ഒരു അത്യാവശ്യം ഒരു 8 പേർക്ക് നല്ല സുഖമായിട്ട്, നല്ല ലെഗ് സ്പേസ് ഒക്കെ കൂടി നല്ല സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ പക്ക വണ്ടിയാണ്. ഇതിന് മൈലേജ് എത്ര കിട്ടും? മൈലേജ് ഇത് ഒരു 15-16 അടുത്തൊക്കെ മൈലേജ് ഉണ്ടാവും. 15-16 മൈലേജ്. ഡീസൽ 1 ടൺ ഡീസൽ വണ്ടി 16 മൈലേജ് കിട്ടും. അപ്പോൾ അങ്ങനത്തെ പക്ക വണ്ടി. ഇതിൻ്റെ പ്രൈസ് എത്രയാണ്? ഇത് 4.75. 4.75 നിങ്ങൾ ചോദിക്കുന്ന റേറ്റ്. നെഗോഷ്യബിൾ ആണ് ചെറിയ രീതിയിൽ. 4,75,000 രൂപയാണ് ഈ 8 സീറ്റർ റെനോൾട്ട് ലോഡ്ജി എന്ന് പറഞ്ഞ വണ്ടിയുടെ പ്രൈസ് ഒരു ചോദിക്കണത്. അതും നെഗോഷ്യബിൾ ആണ്. ഇതിന് ലോൺ എന്തോരം കിട്ടും? നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ ഒരു 3,50,000 രൂപയും ലോണും കിട്ടും. അതായത് 1 ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ ഇതേപോലെ ഒരു അടിപൊളി വണ്ടി നമുക്ക് വാങ്ങിച്ചിട്ട് പോവാം. ഇത് ഇപ്പോൾ എത്ര കിലോമീറ്റർ ആയിട്ടുണ്ട് ഈ വണ്ടി? കിലോമീറ്റർ ഇത് 71,000 കിലോമീറ്റർ. 71,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. സിംഗിൾ ഓണറാണ്. സിംഗിൾ ഓണർ വണ്ടി വെറും 71,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പിന്നെ ഹിസ്റ്ററി ഒക്കെ ഫുൾ ഹിസ്റ്ററി ഉള്ള വണ്ടി. അപ്പോൾ എല്ലാം കൊണ്ടും പക്കയാണ്, വിശ്വസിച്ച് അടിപൊളിയായിട്ട് വന്ന് എടുക്കാം. ഓക്കെ, നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ അടുത്ത വണ്ടി ഇന്നോവ 2.5G
അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ നമുക്കൊന്ന് മിസ്റ്റർ റോബിനോടൊന്ന് ചോദിക്കാം. ഇത് ഏത് മോഡലാണ് വണ്ടി? 2016 മോഡൽ കേരള വണ്ടി, ഒറിജിനൽ കേരള വണ്ടി. ഡൽഹിയും കോയമ്പത്തൂരും ഒന്നുമല്ല, ഒറിജിനൽ കേരള വണ്ടി. ഇന്നോവ 2.5G. ഇത് എത്ര മൈലേജ്? ഡീസലാണ്. മൈലേജ് ചോദിക്കേണ്ട, കോമൺ ആയിട്ട് എല്ലാവർക്കും ഇന്നോവയുടെ ഒരു മൈലേജ് അറിയാവുന്നതാണ്. എന്നാലും എത്ര കിട്ടും മൈലേജ്? 15 കിട്ടാൻ ചാൻസ് ഇല്ല, 10-12 കിട്ടാം എന്നുള്ളതാണ് അറിയാവുന്നത്. അല്ല, ഏകദേശം ഒരു 10-12 വരെയൊക്കെ മൈലേജ് കിട്ടാനാണ് ചാൻസ്. പിന്നെ ഈ വണ്ടി പക്കയാണ്, ഒട്ടും ഒരു ചെറിയ പാച്ച് പോലും ഇല്ല. പിന്നെ ടയറും പക്കയാണ്. എത്ര എന്തോരം ഉണ്ട് ടയർ? ഇതൊരു 80% ഒക്കെ ടയർ ഉണ്ടല്ലേ? ഒരു 80%, 4 ടയർ 80% ഉണ്ട്. പുതിയ ബാറ്ററിയാണ്. ഫുൾ കവർ എത്ര എന്ന് ഈ മാസത്തെ 4 മാസം വരെ. അപ്പോൾ 2 മാസമായിട്ടുള്ള ഇൻഷുറൻസ് എടുത്തിട്ട് 10 മാസം ഇനി ഇൻഷുറൻസ് ബാക്കിയുണ്ട്. പിന്നെ കുറച്ചകത്തും വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാലും കുറച്ചും കൂടി ഒന്ന് ഒരു അപ്പോൾസ്റ്ററി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പക്കയായിരിക്കുള്ളൂ. എന്നാലും പക്കയാണ് സംഭവം. എക്സ്റ്റീരിയർ പക്കയാണ്. പിന്നെ ഇത് ഫുൾ ഓപ്ഷൻ അല്ലേ? ഫുൾ ഓപ്ഷൻ വണ്ടി. 2016 മോഡൽ വണ്ടി. 1,27,000 കിലോമീറ്ററാണ് ഓടിയേക്കണത്. പിന്നെ ഇതിന് എത്ര റേറ്റ് പറയണത്? ഇത് 13.5 ലക്ഷം രൂപ. 13, അത് നെഗോഷ്യബിൾ അല്ലേ? 2016 ഒറിജിനൽ കേരള വണ്ടി 13.5 ലക്ഷം രൂപ പറയണത് നെഗോഷ്യബിൾ ആണ്. പിന്നെ ഇതിന് എത്ര ലോൺ കിട്ടും? ലോൺ മാക്സിമം ഒരു 9 വരെയൊക്കെ ലോൺ ചെയ്യാം. 10 രൂപ താഴെയായിട്ട് ലോൺ ചെയ്യാം. ഒരു 10 രൂപ അടുക്കെ ലോൺ, നല്ല പ്രൊഫൈൽ ഉള്ളവർക്കാണെങ്കിൽ ഒരു 10 രൂപ വരെയും കിട്ടും. എന്നാൽ ഒരു 10 ലക്ഷം രൂപ ലോണും കിട്ടും. അപ്പോൾ അടിപൊളി ഒരു ഇന്നോവ വാങ്ങിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരു 3-3.5 ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ ഒരു ഇന്നോവയുമായിട്ട് പോവാം. പക്ക വണ്ടിയാണ്, ധൈര്യപ്പെട്ട് വാങ്ങിക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോവാം. വാഗൻ പോളോ ചെറുപ്പക്കാരുടെ ഒരിടക്ക് ഹരമായിരുന്നൊരു വണ്ടിയാണ് വോക്സ് വാഗൻ പോളോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞ റോബിന്. ഇത് 2018 മോഡൽ. 2018 മോഡൽ. സിംഗിൾ ഓണർ വണ്ടി, ലോ കിലോമീറ്റർ വണ്ടിയാണ്. 15,000 കിലോമീറ്റർ. അതായത് 2018 അല്ലേ? 2018 മോഡൽ, വെറും 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടി, പക്കാ വണ്ടി. അതായത് ഒരു പുതിയ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് പുതിയ വണ്ടിയുടെ എല്ലാ പെർഫോമൻസും കിട്ടും. പെട്രോൾ അല്ലേ? പക്കാ വണ്ടി. പിന്നെ ആക്സിഡന്റ് ഹിസ്റ്ററി അങ്ങനെ ഒന്നുമില്ല. ആക്സിഡന്റ് ഇല്ല, റീപ്ലേസ്മെന്റ് ഇല്ല, എല്ലാ ഹിസ്റ്ററിയും ഉള്ള വണ്ടിയാണ്. ടയറൊക്കെ പക്ക ടയറാണ്, ഒരു കമ്പനി ടയർ തന്നെ. ഇനിയും ഒരു 80% ഓടാനുണ്ട് അല്ലേ? പക്ക വണ്ടി. പിന്നെ ഇത് കണ്ടറിയാം, നല്ല പക്ക നീറ്റ് ക്ലീൻ വണ്ടി. ഇന്റീരിയറൊക്കെ പക്ക പുതിയ വണ്ടിയുടെ കണ്ടീഷൻ. ഏകദേശം എത്ര മൈലേജ് കിട്ടും ഇതിന്? ഇത് 1 ലിറ്റർ ആണ്, ഏകദേശം ഒരു 15 താഴെയായിട്ട് മൈലേജ് ഉണ്ടാവും. 15-16 മൈലേജ് ഉണ്ടാവും. ഒരു 15-16. ഇപ്പോൾ ലോക്കലൊക്കെ ഓടുകയാണെങ്കിൽ ഒരു 14. ഇത്തിരി ലോങ് ഹൈവേ ഒക്കെ പോകുകയാണെങ്കിൽ ഒരു 10-16-17 വരെയൊക്കെ മൈലേജ് ഉണ്ടാവും. നല്ല വണ്ടിയാണ്, ഒതുങ്ങിയ ചെറിയ വണ്ടി, നല്ല പ്രീമിയം ലുക്ക് വണ്ടിയാണ്. ഇതിനെന്താ റേറ്റ് ചോദിക്കുന്നത്? 5,75,000 രൂപ. നെഗോഷ്യബിൾ. സാധാരണ നോർമൽ പറയാറുള്ള പോലെ ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. ചെറിയ രീതി, അത് ഇവിടുത്തെ ഓണറുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണിത്. നിങ്ങൾക്ക് എന്തെങ്കിലും റേറ്റ് കുറച്ച് ഓടിക്കുക. ലോൺ കിട്ടുമോ? വണ്ടി ഇറക്കാം. അതായത് ഒരു 5 ലക്ഷം രൂപ വരെയൊക്കെ ലോൺ കിട്ടും. നല്ല പക്ക പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ ഒരു 5-4.25 ലക്ഷം രൂപ വരെയൊക്കെ ലോണും കിട്ടും. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ വന്ന് നോക്കി വണ്ടി വാങ്ങിക്കാവുന്നതാണ്. നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ അടുത്ത വണ്ടി ഹുണ്ടായി ഗ്രാൻഡ് ഐ10. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് ചോദിക്കാം. ഇത് ഡീസൽ അല്ലേ? പെട്രോൾ വണ്ടി. സോറി, ഇത് ഗ്രാൻഡ് ഐ10 പെട്രോൾ. ഏതാ മോഡല്? ഇത് 2013 മോഡൽ. 2013 മോഡൽ. 13 മോഡൽ അവസ്ഥ. ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ്. പുഷ്പന്റെ സ്റ്റാർട്ട്. അപ്പോൾ ഇനി ടെസ്റ്റിന് 4 കൊല്ലം കൂടി ഉണ്ട്. ടെസ്റ്റിന് 4 കൊല്ലം ഉണ്ട്, കുഴപ്പമില്ല. പിന്നെ സെക്കൻഡ് ഓണർ വണ്ടിയാണ്, സർവീസ് ഉള്ള വണ്ടിയാണ്. 85,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സർവീസ് ഉള്ള വണ്ടിയാണ്, സെക്കൻഡ് ഓണറാണ്. 85,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നല്ല പക്ക കണ്ടീഷൻ വണ്ടിയാണ്. നല്ല ലുക്കാണ് ഇൻറ്റീരിയർ, നല്ല സൂപ്പർ, നല്ല പ്രീമിയം ക്വാളിറ്റിയാണ്. പിന്നെ പുറമേ നോക്കാനൊന്നുമില്ല, ഒട്ടും പാച്ചൊന്നുമില്ല. ചെറിയ ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലിയർ ചെയ്യുമെന്ന് തോന്നല്ലേ? ഉണ്ടെങ്കിൽ ചെയ്യും. പിന്നെ അത് മാത്രമല്ല, ഇവർ വണ്ടി എടുക്കുന്നോടത്ത് ഇവർ വളരെ ശ്രദ്ധിച്ചാൽ വണ്ടി എടുക്കുക.
അതായത് എല്ലാം നോക്കി എ ടു സെറ്റ് കാര്യങ്ങൾ നോക്കി ഇവർ വണ്ടി എടുക്കുള്ളൂ. അതുകൊണ്ട് തന്നെ വിശ്വസിച്ച് വണ്ടി എടുക്കും ഇവരെന്ന്. പിന്നെ സർവീസൊക്കെ കമ്പനി സർവീസ് കമ്പനിയാണ്. ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ആക്സിഡന്റ് ഒന്നുമില്ല. ടയറും നല്ല ഒരു 60-50% ടയറുണ്ട്. മൈലേജ് എത്ര കിട്ടും ഇതിന്? ഡീസൽ സോറി പെട്രോൾ ആണ് കേട്ടോ. 14-15 സാധാരണ കിട്ടുന്ന പോലെ 14-15. ഹൈവേയിലൊക്കെ ആണെങ്കിൽ ഒരു 16-17 വരെയൊക്കെ കിട്ടുന്നുണ്ട് ചിലത്. നമ്മുടെ സാധാരണ റോട്ടിൽ കൂടിയൊക്കെ ആണെങ്കിൽ ഒരു 14-15 മൈലേജ് കിട്ടും. ഇതിന് എത്ര പ്രൈസ്? 345. നെഗോഷ്യബിൾ ആണ്, ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. 345 ഇവർ ചോദിക്കുന്ന പ്രൈസ്. ലോണാ? ലോൺ ഇതുമേ അങ്ങനെ തന്നെ ഒരു 2.75-80 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ആ റേഞ്ചിൽ ലോൺ കിട്ടും. അപ്പോൾ ഒരു 60-65 രൂപ വണ്ടി ഇറക്കാം. 2,80,000 രൂപ വരെ നല്ല പ്രൊഫൈലുള്ളവർക്ക് ലോൺ കിട്ടും എന്നാണ് പറയണത്. പക്കാ വണ്ടിയാണ്, നല്ല കണ്ടീഷൻ വണ്ടിയാണ്. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ആർക്കെങ്കിലും വണ്ടി വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ സെൻറ്റ് മൈക്കിൾ യൂസ്ഡ് കാർസിൻ്റെ ഈ ഷോറൂമിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ ലൊക്കേഷൻ, ഇവരുടെ ഫോൺ നമ്പർ, അഡ്രസ്സ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. അതേപോലെ ഞങ്ങളുടെ വീഡിയോയിൽ കാണിക്കുന്ന ഈ നമ്പറിലും കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിയാവുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് ഇവിടെ നേരിട്ട് വന്നും വണ്ടി കണ്ട് പ്രൈസൊക്കെ നെഗോഷിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഈ വണ്ടി വാങ്ങാം.